2000-ലാണ് മോള് മരിച്ചത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചോദ്യം, ഇത്രയേ ഉള്ളൂ ജീവിതം. രാവിലെ എനിക്കണോ, ഓഫീസിൽ പോകണോ, ഭക്ഷണം കഴിക്കണോ, അല്ലെങ്കിൽ പണിയെടുക്കണോ, അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ഉണ്ട്. ഞാൻ മിഡ് 2000-ൽ ഞാൻ ഇറാഖിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അത് ആ യുദ്ധം കഴിഞ്ഞ് സദാം ഹുസൈനൊക്കെ അന്ന് അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ സമയത്ത് 2 ബോഡി ഗാർഡ്സിനെ അവർ കിഡ്നാപ്പ് ചെയ്തു. അതേപോലെ എൻ്റെ 4-വീൽ ഡ്രൈവ് ബ്ലോ അപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഡെത്ത് വളരെ അടുത്തായിരുന്നു, മരണം നമ്മുടെ അടുത്ത് നിൽക്കും. മോള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. ആ ക്വസ്റ്റ്യന് വളരെയധികം പ്രസക്തി കൂടി. ഇതാണോ ജീവിതം? എന്താണ് ജീവിതം കൊണ്ട് നേടുന്നത്? കാരണം ഇവള് 4-4.5 വയസ്സിലാണ് പോയത്. ഞാൻ സെപ്പറേറ്റ് ചെയ്തു, ഫാമിലി ആയിട്ട്, വൈഫായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. അവർ ഓടിപ്പോയി. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റും പോയി. അപ്പോൾ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതിലെല്ലാ സാധനങ്ങളും വെച്ചു. അത് കള്ളം കൊണ്ടുപോയി. ഫാമിലി പോയി, സ്വത്ത് പോയി, പൈസ പോയി, എല്ലാ ഡെഡ് എൻഡ്സും കണ്ടു. പക്ഷെ അതിനകത്തൊരു വലിയൊരു ലെസൺ കിട്ടി എനിക്ക്. അതുവരെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും വലിയ താല്പര്യമില്ലാണ്ടായി നമ്മളോട്. അപ്പോൾ പിന്നെ ആ ഡിപ്പെൻഡൻസി അങ്ങോട്ട് മാറി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എന്താണ് സത്യം എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായി. അപ്പോൾ എപ്പോൾ ലീവ് കിട്ടുമ്പോഴും എപ്പോൾ ഹോളിഡേ ഉള്ളപ്പോഴും ഞാൻ ഈ മലയത്തിൽ വരും. പ്രത്യേകിച്ച് ഗുരു ഉണ്ടായിരുന്നില്ല, ഞാൻ വസിഷ്ഠ ഗുഹയില. അവിടെ നിന്നാണ് ഒരു ആരോ പറഞ്ഞ പോലെയാണ് കണക്ട് യുവർ സ്പൈൻ, നട്ടെല്ലിൽ ശ്രദ്ധ കഴിക്കാൻ പറ്റില്ല. പിന്നെയാണ് ഈ ആൾക്കാർ വന്നു തുടങ്ങി. ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ വളരെയധികം സമാധാനമുണ്ട്. പിന്നെ കുറെ മെഡിറ്റേഷൻസ് വന്നു. അതൊക്കെ ഞാൻ ലോഡ് ചെയ്തു ഫ്രീ ആയിട്ട്. ഇതെല്ലാം ഓർഗാനിക് ആണ്, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല. ഇപ്പോഴും അല്ല. ഇപ്പം നമ്മൾ 14 രാജ്യത്ത് പേസസ് ഉണ്ട്. മോഹൻജി, സല്യൂട്ട് ഭാരത്. സല്യൂട്ട്. ഇപ്പോൾ മോഹൻജിയുടെ യാത്രയെക്കുറിച്ച് ഏതാണ്ട് എനിക്ക് എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, ഏതാണ്ട് 2000 ആ ഒരു കാലത്താണ് അങ്ങ് ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ആ ജീവിതത്തിൽ വലിയൊരു ദുഃഖവും ആ സമയത്തുണ്ടായി. അപ്പം അങ്ങയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടായത്? അത് മുതൽ ഇവിടെ വരെയുള്ള യാത്രയെ ഒന്ന് ചുരുക്കി പറയാമോ? അത് ഈ 2000-ലാണ് മോള് മരിച്ചത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചോദ്യം, ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന്. അതായത് രാവിലെ എനിക്കണോ, ഓഫീസിൽ പോകണോ, ഭക്ഷണം കഴിക്കണോ, അല്ലെങ്കിൽ പണിയെടുക്കണോ, അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ഉണ്ട്. മിക്കവാറും പ്രൊഫഷനെ കുറിച്ചും ഒന്ന് പറഞ്ഞു. അതെ, ഞാൻ മാരിടൈം ഇൻഡസ്ട്രിയിലായിരുന്നു തുടക്കം മുതൽ തന്നെ. ഫസ്റ്റ് ജോബ് മുതൽ മാരിടൈം ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലായിരുന്നു. അവസാനം വരെ 2012 ജൂൺ വരെ ഞാൻ ആ കരിയർ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം വളരെ ഒരു നാഗിങ് ക്വസ്റ്റ്യനായി, വളരെയധികം ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതാ ഉള്ളൂ ലൈഫ് എന്ന്. ആ സമയത്താണ് ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്നുള്ളൊരു ബുക്ക് വായിക്കുന്നത്. അതിനു മുമ്പേ ഞാൻ കുറച്ച് ഈ സ്പിരിച്വലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചില ഡിസ്കഷൻ ഫോറംസിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയും, പലപ്പോഴും നമ്മൾ യൂഷ്വലി സംസാരിക്കാത്ത സബ്ജക്ട്സാണ് സംസാരിക്കുന്നത്. ഒന്നാമത് എനർജി പ്ലെയിൻ, എനർജി ഫ്രീക്വൻസി, പിന്നെ ക്രൂവൽറ്റി, അങ്ങനത്തെ പല സബ്ജക്ട്സാണ് ഡിസ്കസ് ചെയ്യാറ്. പിന്നെ ഞാൻ എഴുതാറുണ്ടായിരുന്നു അന്ന് എന്തെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ വരുന്നതിന് മുന്നത്തെ സമയം അത്. അപ്പോൾ ഒരു സർക്കിളിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നടക്കുന്നുണ്ട്. പക്ഷേ 2000-ൽ മോള് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. അതായത് ആ ക്വസ്റ്റ്യന് വളരെയധികം പ്രസക്തി കൂടി. ഇതാണോ ജീവിതം? എന്താണ് ജീവിതം കൊണ്ട് നേടുന്നത്? കാരണം ഇവള് 4-4.5 വയസ്സിലാണ് പോയത്. അപ്പോൾ ആർക്കെപ്പോൾ വേണേൽ പോവാം. പിന്നെ നമ്മൾ ഒരു കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ നോക്കണു, അതെല്ലാം പോണു. അത് മാത്രമല്ല, ആ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ സെപ്പറേറ്റ് ചെയ്തു, ഫാമിലി ആയിട്ട്, വൈഫായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. അവർ ഓടിപ്പോയി. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റും പോയി. മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ലോൺ എനിക്ക് അടയ്ക്കണം. പക്ഷേ അതിൽ നിന്ന് റിസൾട്ടൊന്നും വരാൻ പോണില്ല, കാരണം ആ ബിൽഡറില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ഡെഡ് എൻഡ്സും കണ്ടു. മാത്രമല്ല, ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വേണ്ട, ഭാരതത്തിലേക്ക് മാറാം എന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതിലെല്ലാ സാധനങ്ങളും വെച്ചു. വാടകയ്ക്കെന്ന് വെച്ചാൽ ഒരു സുഹൃത്തിൻ്റെ വീടാണ്, വാടകയൊന്നും അങ്ങനെയില്ല. അപ്പോൾ അവിടെ വെച്ചു. അത് കള്ളം കൊണ്ടുപോയി, സിസ്റ്റമാറ്റിക് ആയിട്ട്. അങ്ങനെ ആരും ഇല്ല അവിടെ, വാച്ച്മാനും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കള്ളം കൊണ്ടുപോയി. അപ്പോൾ പ്രത്യേകിച്ച് എന്തൊക്കെ അതുവരെ ഉണ്ടാക്കിയെടുത്തു അതൊക്കെ പോയി കിട്ടി. അപ്പോൾ ഒരു ഫാമിലി പോയി, സ്വത്ത് പോയി, പൈസ പോയി, എല്ലാം അങ്ങനെ പോയി. ആ എംപ്റ്റി. പക്ഷെ അതിനകത്തൊരു വലിയൊരു ലെസൺ കിട്ടി എനിക്ക്. അതായത് നമ്മൾ അതുവരെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും വലിയ താല്പര്യമില്ലാണ്ടായി നമ്മളോട്. കാരണം ഒരു ലൂസർ എന്നുള്ളൊരു പേര് വരും. അതായത് തൊട്ടതൊക്കെ കേടുവരുന്നു. അപ്പോൾ അവരെ നമുക്ക് താല്പര്യമില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു ലെവൽ ഓഫ് അവയർനെസ് ആയിരുന്നു എനിക്ക്. അതായത് ഈ നമ്മുടെ കൂടെ എല്ലാവരും ഒന്നും നടക്കില്ല എന്നുള്ളത് ഫിസിക്കലി മനസ്സിലായി മോള് പോയപ്പോൾ. അത് കുറച്ചുകൂടെ ഒരു
റിയാലിറ്റിയായി മാറി ഈ ഫ്രണ്ട്ഷിപ്പിൽ പോയപ്പോൾ. അങ്ങനെ 2-3 പ്രാവശ്യം ഇതുണ്ടായി ജീവിതത്തിൽ. നമ്മൾ ഒരു ജോബ് ഇല്ലാത്ത അവസ്ഥയിലും പിന്നെ ജോബ് കിട്ടുമ്പോൾ അവരൊക്കെ തിരിച്ചു വരും. അപ്പോൾ ഇതൊരു വളരെ ഒരു ക്ലിയർ ഡെഫിനേഷനായിരുന്നു. അപ്പോൾ പിന്നെ ആ ഡിപ്പെൻഡൻസി അങ്ങോട്ട് മാറി പുറത്തെ ലോകത്തിനോട്. കാരണം അതിന് വലിയ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ലോകം എന്നുള്ള ലെവലിൽ വന്നു. അങ്ങനെ പല പല ലെവലിൽ ഉണ്ടായി അനുഭവിച്ച്. പിന്നെ ഞാൻ 2000 ഞാൻ ഇറാഖിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അത് ആ യുദ്ധം കഴിഞ്ഞ് വെച്ചാൽ സദാം ഹുസൈനൊക്കെ അന്ന് അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ സമയത്ത്. അപ്പോൾ അന്ന് ഞാൻ ബസ്രയിൽ ഈ ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെയൊക്കെ ടാങ്കേഴ്സ് ലോഡ് ചെയ്യണതിൻ്റെയൊക്കെ ജോലിയായിട്ടുണ്ടായിരുന്നു, കൺട്രി ഹെഡായിട്ട്. പക്ഷെ ആ സമയത്തും എൻ്റെ 2 ബോഡി ഗാർഡ്സിനെ അവർ കിഡ്നാപ്പ് ചെയ്തു. 7 ബോഡി ഗാർഡ്സിനായിരുന്നു. കാരണം അവിടെ നമുക്ക് അതിലാണ് നടക്കാൻ പറ്റില്ല, കാരണം ഭയങ്കരമായിട്ടുള്ള കിഡ്നാപ്പിങ് നടക്കുന്ന സമയം. അതേപോലെ എൻ്റെ 4-wheel ഡ്രൈവ് ബ്ലോ അപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡെത്ത് വളരെ അടുത്തായിരുന്നു, മരണം നമ്മുടെ അടുത്ത് നിൽക്കുക. പിന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് എന്താണ് സത്യം എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായി. അപ്പോൾ എപ്പോൾ ലീവ് കിട്ടുമ്പോഴും എപ്പോൾ ഹോളിഡേ ഉള്ളപ്പോഴും ഞാൻ ഹിമാലയത്തിൽ വരും. എന്നിട്ട് അവിടെ ഞാൻ പ്രത്യേകിച്ച് ഗുരു ഉണ്ടായിരുന്നില്ല, ഞാൻ വസിഷ്ഠ ഗുഹയില. അവിടെ നിന്നാണ് ആരോ പറഞ്ഞ പോലെയാണ് കണക്ട് യുവർ സ്പൈൻ, നട്ടെല്ല് ശ്രദ്ധ വയ്ക്കാൻ പറഞ്ഞത്. അപ്പം നട്ടെല്ല് ശ്രദ്ധ വയ്ക്കുമ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ 120 ഡിഗ്രി ഓപ്പറേഷനാണ് നമ്മൾ എല്ലാപ്പോഴും, നമുക്ക് അതിൽ കൂടുതൽ ആവശ്യമില്ല. കഴുത്ത് തിരിക്കാവുന്ന അത്രയും ദൂരത്താണ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ജീവിതം കിടക്കണത്. അതൊരു 360 ഡിഗ്രിയിലായി. അപ്പോൾ ഫ്രം സീയിങ് ടു ബിക്കമിങ് അവെയറായി. അപ്പോൾ നമ്മൾ സെൻറ്ററിങ് വരും, 360 ഡിഗ്രിയിൽ സെൻറ്ററിങ് വരും. അപ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഒരുപാട് അറ്റാച്ച്മെൻറ്റോ ഒരുപാട് ഡിറ്റാച്ച്മെൻറ്റോ ഇല്ല. എല്ലാം നടക്കണു, അതിൻ്റെ രീതിയിൽ പോകണു, അവർ നന്നായിരിക്കണം, നമ്മൾ നന്നായിരിക്കണം. അങ്ങനെ ഒരു ലെവലിലേക്കുള്ള ഓപ്പറേഷനായി. അത് കഴിഞ്ഞ് പിന്നീട് ഈ ഞാൻ പറഞ്ഞില്ല, പല സ്റ്റേറ്റ്സും ഓരോ ഡിഫറെൻറ്റ് അവസ്ഥകളിലേക്ക് വന്നതും പിന്നെയാണ് ഈ ആൾക്കാർ വന്നു തുടങ്ങി. ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ വളരെയധികം സമാധാനമുണ്ട്. അങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങി. പക്ഷെ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താ പഠിപ്പിക്കേണ്ടതെന്ന്. പിന്നെ ഓരോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സായി മാറി. പിന്നെ കുറേ മെഡിറ്റേഷൻസ് വന്നു, അതൊക്കെ ഞാൻ ലോഡ് ചെയ്തു ഫ്രീ ആയിട്ട്. ഇപ്പോഴും എല്ലാ മെഡിറ്റേഷൻസും ഫ്രീ ആണ്. അത് ഒരുപാട് പേർക്ക് ഗുണമുണ്ട്, ഫലമുണ്ട്. അത് അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓർഗാനിക്കാണ്, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല, ഇപ്പോഴും അല്ല. പിന്നെ കുറേ ആശ്രമങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ 14 രാജ്യത്ത് സ്പേസസ് ഉണ്ട്. ആശ്രമങ്ങളായിട്ട് 9 സ്ഥലത്ത് 10 സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഭൂമികൾ, ആശ്രമങ്ങൾ, ആൾക്കാർ, ഓർഗനൈസേഷൻസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇവോൾവ് ചെയ്തിട്ട് ഇപ്പോഴുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 9 മെമ്പർ കൗൺസിലാണ് ലോകത്തിലെ ആക്ടിവിറ്റി റൺ ചെയ്യണേ. അത് പല രാജ്യത്തു നിന്നുള്ളവരാണ്. അവർ ഡെമോക്രാറ്റിക് രീതിയിലാണ്. അതായത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യും, അതെല്ലാവരും വോട്ട് ചെയ്തിട്ട് അത് എഗ്രി ഓർ ഡിസഗ്രി, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അങ്ങയുടെ മകളുടെ പേരിലൊരു ട്രസ്റ്റ് രൂപീകരിച്ച കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതുണ്ട്, അത് 2003 അത് അതിൻ്റെ കാരണം ഞാൻ അന്ന് സ്ഥിരമായിട്ട് ഹിമാലയത്തിൽ പോവാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്സൊക്കെ കുറേ സ്വാമിമാരായിട്ടായിരുന്നു, അതായത് വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കേണ്ട, അതായിരുന്നു ഏറ്റവും വലിയ ആ റിലേഷൻഷിപ്പിൻ്റെ ഭംഗി. പറഞ്ഞാൽ സംസാരിക്കാനുള്ള കമ്പൽഷൻ ഇല്ല. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയണം എന്നുള്ളൊരു കമ്പൽഷൻ ഉണ്ട്. ഇവരുടെ അടുത്ത് അതില്ല. അവർ മിണ്ടാണ്ടിരിക്കും, ഞാനും മിണ്ടാണ്ടിരിക്കും. അതൊരു നല്ലൊരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വാമി ഉണ്ട്, അദ്ദേഹം സ്ഥിരമായിട്ട് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അനോണിമസ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ 90 വയസ്സ് 80 വയസ്സിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹൻജി, ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. കാരണം ഒരു കുട്ടിയുടെ അഭാവത്തിലുള്ള ദുഃഖമല്ലേ നിങ്ങളെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹ്യൂമൻ കുട്ടികളായിരിക്കുന്നത്, മനുഷ്യ കുട്ടികളായിരിക്കുന്നത്. പിന്നെ മനസ്സിലായത് കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാവരും കുട്ടികളാണ്, അതായത് ഭൂമിയുടെ കുട്ടികളാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് അമ്മുക്കേർ എന്നുള്ളൊരു സംഘടന. അന്ന് ആരും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു, കാരണം അത് ഞാൻ 2003 തുടങ്ങിയത്. അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. എൻ്റെ ഫാദറായിരുന്നു ഫസ്റ്റ് ചെയർമാൻ, പിന്നെയുള്ളവരും. അങ്ങനെ അത് രൂപീകരിച്ചു. അത് ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ അന്ന് ഓർമ്മയുണ്ടോ അറിയില്ല, അന്ന് ഈ കുറേ പേര് ഈ തണുപ്പത്ത് മരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം അതൊക്കെ ആൾക്കാർ ഗവൺമെൻറ് നോക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ കിടക്കുന്നവരായി മരിക്കുന്നവർ, ഭയങ്കര തണുപ്പ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ യുവാക്കളുമായിട്ട് പോയിട്ട് അവരെ പുതപ്പിക്കും.
രാത്രി. അതായിരുന്നു നമ്മുടെ അങ്ങനെയൊക്കെയുള്ള വർക്കുകളുണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ 25 സ്റ്റേറ്റിലുണ്ട് ഇപ്പോൾ ഈ അമ്മു കെയർ ആക്ടിവിറ്റി. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യണത് അന്നദാനം ചെയ്യുന്നുണ്ട്, പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പലതും ചെയ്യുന്നുണ്ട്. മെയിൻലി ഭക്ഷണം, വസ്ത്രം, പിന്നെ എൻവിറോൺമെൻറ്റൽ കാര്യങ്ങൾ, ഹെൽത്ത് കെയർ, ഇങ്ങനത്തെ പല കാര്യങ്ങളാണ്. അത് അവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടും ആവശ്യത്തിനനുസരിച്ചും അവരുടെ ആവശ്യത്തിനനുസരിച്ചുമാണ് ചെയ്യണത്. അപ്പോൾ അതൊരു സൈഡിൽ. പിന്നെ അത് കഴിഞ്ഞ് ആക്ട് ഫൗണ്ടേഷൻ ആ സമയം 2003 ആക്ട് ഫൗണ്ടേഷൻ ദുബായിൽ ലോഞ്ച് ചെയ്തു. അത് വലിയ ലെവലിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ദുബായിൽ അത് ക്ലോസ് ചെയ്തു, കാരണം എക്സ്പെൻസ് വളരെ കൂടി അവിടെ. അപ്പോൾ അവിടെ അത് റണ്ണിങ് കോസ്റ്റ് വളരെ കൂടുതലായപ്പോൾ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ 31 രാജ്യത്തുണ്ട് ആക്ട് ഫൗണ്ടേഷൻ. അത് ലണ്ടനാണ് ഹെഡ് ഓഫീസ്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ സ്വിറ്റ്സർലാൻഡാണ് ഹെഡ് ഓഫീസ്. അത് 22 രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് രാജ്യത്ത് ആശ്രമങ്ങളുണ്ട്. ഇപ്പോൾ സ്കോട്ട്ലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക, സ്ലോവീനിയ, സെർബിയ, മാസിഡോണിയ, അങ്ങനെ സ്ഥലത്ത് ലാൻഡുകളും ആശ്രമങ്ങളുമായിട്ട് ഓരോ പല ഇതുണ്ട്. സൗത്ത് ആഫ്രിക്കയുണ്ട്, ഓസ്ട്രേലിയ, എല്ലായിടത്തുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് പറഞ്ഞാൽ വേൾഡ് ട്രൈബൽ അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിജിനസ് ആൾക്കാരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻഡിജിനസ് ഇൻറ്റഗ്രേഷൻ എൻ്റെ ഉദ്ദേശം. അത് അവരെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വിസ്ഡം കീപ്പേഴ്സാണ്. അതായത് അവരുടെ ലെവലിൽ വളരെയധികം സ്പിരിച്വലി ഇവോൾവ് ആൾക്കാരാണ്. പക്ഷെ അവർ പുറം ലോകത്തിന് പലപ്പോഴും അറിയില്ല. കാരണം അവർ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആമസോൺ ഫോറസ്റ്റ് ഉണ്ട്, കൊളംബിയൻ ട്രൈബ്സ് ഉണ്ട്, പിന്നെ പെറൂവിയൻ ട്രൈബ്സ് ഉണ്ട്, പിന്നെ ന്യൂസിലാൻഡിൽ നിന്നുള്ള ട്രൈബ് ഉണ്ട്, നോർവേ, സ്വീഡൻ, റഷ്യ, അതായത് ആർട്ടിക് സർക്കിൾ, അവിടുത്തെ ട്രൈബ്സ് ഉണ്ട്, പിന്നെ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. എനിക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്സ് വളരെ കുറവാണ്. അദ്ദേഹം ഓസ്കാർ വിന്നറാണ്, ക്രെയ്ഗ് ഫോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അദ്ദേഹത്തിൻ്റെ സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്, മൈ ഒക്ടോബസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. ക്രെയ്ഗ് ഫോസ്റ്റർ, അദ്ദേഹം ഞാനായിട്ടൊരു ഒരു ഹൃദയബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് കേപ്പ് ടൗണിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞത് ഈ കോൺഗ്രിഗേഷൻ. അപ്പോൾ നമ്മൾ 126, 130 പേരുണ്ടായിരുന്നു. ഇത്രയും പേര് അവിടെ വന്നു, നമ്മൾ ഒത്തുചേർന്നു. എന്നിട്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു യുണൈറ്റഡ് നേഷൻസ് ഓഫ് ദി ഇൻഡിജിനസ് ക്രിയേറ്റ് ചെയ്യാനാണ്. മിക്കവാറും നോർവേയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും, കാരണം നമുക്ക് കണക്ഷനുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിൽ തീരുമാനിച്ചിട്ടില്ല അത്, കാരണം എല്ലാവർക്കും വരാനും ഒത്തുചേരാനും ആ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെയുള്ള ലെവലിലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഗവൺമെൻറ്, നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് വളരെ സപ്പോർട്ട് ചെയ്തു. മിനിസ്റ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നന്നായി നടന്നു, വളരെ സക്സസ്ഫുള്ളായി കഴിഞ്ഞ കൊല്ലം നവംബറിൽ. അപ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പാർലമെൻറ്റ് ഓഫ് ഓൾ റിലിജിയൻസിൻ്റെ ആക്ടിവിറ്റി ഡൽഹിയിൽ. അപ്പോൾ അതിൽ നമ്മൾ ഇവരെയൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കേണ്ടത്, അതായത് ഒറിജിനൽ വിസ്ഡം കീപ്പേഴ്സ്. അത് മതം മാറുകയോ അല്ലെങ്കിൽ വേറെ സംസ്കാരം ഫോളോ ചെയ്യുന്നവരെടുക്കില്ല. അവരുടേതായിട്ടുള്ള തനത് സംസ്കാരത്തിൽ നിൽക്കുന്നവരും അവർ ഭൂമിയായിട്ട് കണക്ട് ചെയ്യുന്നവരും അവർക്ക് അവരുടെ പാരമ്പര്യത്തിൻ്റെ ഇപ്പോഴത്തെ വക്താക്കളുമായെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ പിക്ക് ചെയ്തിട്ടാണ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പം ഓസ്ട്രേലിയയിലെ മിനിസ്റ്ററെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അവരുടെ ഇൻഡിജിനസ് മിനിസ്റ്ററെ സംസാരിച്ചിരുന്നു. പിന്നെ അതേപോലെ ഈ സൗത്ത് ആഫ്രിക്കൻ മിനിസ്റ്ററായിട്ട് റെഗുലർ കോൺടാക്റ്റ് ഉണ്ട്. പിന്നെ നോർവേയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സും. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡിജിനസ് ആൾക്കാരെ കൊണ്ടുവരിക. പിന്നെ ഈ സ്പിരിച്വൽ സയൻറ്റിസ്റ്റ് ഉണ്ട്, സയൻറ്റിഫിക് സ്പിരിച്വലിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ സാക് ബുഷ്, പിന്നെ നമ്മുടെ മാത്യാസ് ഡി സ്റ്റെഫാനോ, അർജൻറ്റീനിയൻ, പിന്നെ അതേപോലെ റോബർട്ട് ഗ്രാൻഡിനൊക്കെ 60 മില്യൺ 80 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, വലിയ ഫോളോവേഴ്സ്. അവർക്ക് സയൻറ്റിഫിക് ലെവലിലാണ് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അവരും ഞാനുമായിട്ട് കണക്റ്റഡുമാണ്. അപ്പോൾ എന്നുവെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൃദയബന്ധങ്ങളാണ്, അല്ലാണ്ട് ഡെയിലി സംസാരിക്കൊന്നുമില്ല. പക്ഷെ നമുക്കൊക്കെ തമ്മിൽ അറിയാം, നമ്മുടെ വർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതിപ്പോൾ ഈ ഇൻഡിജിനസ് എൽഡേഴ്സായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൊടുന്നിട്ട് അപ്പോൾ 3 ലെവലിൽ, ഫസ്റ്റ് ഈ ഒറിജിനൽ ഇൻഡിജിനസ്, 2 ഈ സ്പിരിച്വൽ സയൻറ്റിസ്റ്റ്, മൂന്നാമത്തത് നല്ല പൊളിറ്റീഷ്യൻസും. അപ്പോൾ ഈ 3 ലെവലിലുള്ള ആൾക്കാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിക്കൊരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് അതിൻ്റെ ബാക്കിൽ. അപ്പോൾ അതാണ് വേൾഡ് ട്രൈബൽ അലയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നവംബറിൽ പാർലമെൻറ്റ് ഓഫ് ഓൾ റിലിജിയൻസിൻ്റെ കോൺഫറൻസ്, അതിപ്പം പ്ലാനിങ് സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റിവർ ഫെസ്റ്റിവൽ
പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ദൂരദർശനും പിന്നെ ഇവരൊക്കെയും ചേർന്ന്. അപ്പോൾ അതും ഇതും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഡൽഹിയിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഋഷികേശിലേക്ക് പോവാം. അപ്പോൾ ഗംഗാ തീരത്ത് അടുത്ത തുടങ്ങും. അപ്പോൾ ഒരാഴ്ചക്കകത്ത് നമുക്ക് 2 ഡിഫറെൻറ്റ് ഫീല് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒരു ഡയമെൻഷൻ കൊടുക്കാൻ പറ്റും വരുന്നവർക്കൊക്കെ. പിന്നെ ഫെയ്ത്ത് ലീഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ UK സെറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ പ്രാരംഭ നടപടികളേ ആയിട്ടുള്ളൂ. ഓൾ ഫെയ്ത്ത് ലീഡേഴ്സിൻ്റെ. അപ്പോൾ അതും നമ്മൾ കുറച്ച് പേര് ഡിസ്കസ് ചെയ്തു. പാർലമെൻറ്റിൽ സംസാരിച്ചു ലണ്ടനിൽ. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. എൻ്റെ ആശ്രമം സ്കോട്ട്ലൻഡിലാണ്, പക്ഷേ ഇത് നടക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഈ വക വർക്കാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ചെയ്യണത്. അതായത് ഒരു സ്പിരിച്വൽ ഡിപ്ലോമസി എന്ന് പറയുകയാണെങ്കിൽ, അതല്ലാണ്ട് ഒരു നമ്മുടെ സ്പിരിച്വൽ പ്രൊപ്പഗേഷൻ എന്ന് പറയാൻ പറ്റില്ല.